ഇങ്ങനെയൊക്കെ വാരിക്കോരി കൊടുക്കുമെങ്കിലും ഇയർ എൻഡ് കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞ അങ്കിൾ എന്നോട് തന്നെയാ ചോദിക്കാൻ പോകുന്നത്. നിന്നോട് മാത്രമല്ല ഞങ്ങളോടും ചോദിക്കും. ഏതൊരു കമ്പനിയുടെയും ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്കിളിന്റെ ഉദ്ദേശം ജനസേവനമാണെന്ന് തോന്നുന്നു. അങ്കിൾ ചെയ്തു കൂട്ടുന്ന കണ്ടാത്തൊന്നും ഇവിടെ ഇലക്ഷന് മത്സരിക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പി കെ സാറിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാമായിരുന്നില്ലേ? അപ്പം ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാലും ഒന്നും കേൾക്കാൻ പോകുന്നില്ല. കമ്പനി അദ്ദേഹത്തിന്റെ ആണല്ലോ. അപ്പൊ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. നമ്മളൊക്കെ അടിമകളെ പോലെ കേട്ട് നിന്നോളൂ. ഇൻക്രിമെന്റ് കിട്ടുന്നവരുടെ കൂടെ പാർവതിയുണ്ട്. ശരിയാ, അവള് ടൈലർ ആയതിനു ശേഷം ആദ്യത്തെ ശമ്പളം ഉള്ളത്. അവൾ ഏറ്റവും കൂടുതൽ തയ്ച്ചതിന് സമ്മാനം കിട്ടിയ കാശ് പോരാഞ്ഞിട്ട് ഇപ്പൊ ശമ്പളം കൂട്ടി കൊടുക്കണം. കൈലാഷിനെ ഇത്രയധികം വേദനിപ്പിച്ച അവളെ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടുമെന്ന് ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ അവൾക്ക് സാലറി കൂട്ടിക്കൊടുക്കേണ്ട അവസ്ഥ. പി കെ അങ്കിളിന് സ്വന്തം മോനേക്കാളും വലുത് തൊഴിലാളികളാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ഇൻക്രിമെന്റ് ഹോൾഡ് ചെയ്തോളാൻ അങ്കിള് തന്നെ പറഞ്ഞല്ലോ. ഡു വൺ തിങ്, സ്റ്റാഫിനോട് ഇത്തവണ ഇൻക്രിമെന്റ് ഇല്ലാന്ന് പറഞ്ഞേക്ക്. പക്ഷേ 6 മാസം കഴിഞ്ഞാൽ ആ എമൗണ്ട് ബോണസ് ആയി കൊടുക്കുമെന്ന് പറയാൻ നിൽക്കണ്ട. മാഡം ഇത് നല്ല എളുപ്പത്തിൽ പറഞ്ഞു. ഇതിനെക്കുറിച്ച് പി കെ സാറോ കൈലാഷ് സാറോ അറിഞ്ഞാ എന്തൊക്കെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ 3 പേരും അറിയിക്കുന്നതേ പി കെ അങ്കിൾ അറിയാൻ പോകുന്നുള്ളൂ. പിന്നെ കൈലാഷ് പ്രിയനും പാർവതിയായി ഉടക്കിയതിന് ശേഷം അവനിപ്പോ ആ യൂണിറ്റിലേക്ക് വരുന്നേ ഇല്ലല്ലോ. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനെ ആരറിയിക്കാനാ? ഇനി ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ തന്നെ കൈലാഷ് അവരെ കാണാൻ പോലും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള ശത്രുത കാരണം നമുക്ക് ഈ കമ്പനിയിൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. മുക്ത പറഞ്ഞ പോലെ ചെയ്താൽ മതി. കരുണാകരൻ, അവർക്ക് നിങ്ങൾ സാലറി നേരിട്ട് കൊടുക്കണ്ട. സെക്യൂരിറ്റിയുടെ കയ്യില് കവറുകളിലാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞാൽ മതി. അതെന്തിനാ മാഡം? കവറുകളിലാക്കി കൊടുത്താ പലരും എണ്ണാതെ സാലറി കൊണ്ടുപോയെന്ന് വരും. അതിനുള്ള സാധ്യത വളരെ കുറവാണ് മാഡം. എല്ലാവരും എണ്ണി നോക്കും. ക്യാഷ് കുറവാണെന്ന് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലത്. ഇതെല്ലാരെയും ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ലല്ലോ. ഭൂരിഭാഗം തൊഴിലാളികൾക്കും പഴയ ശമ്പളം തന്നെയല്ലേ കൊടുക്കുന്നത്. അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇൻക്രിമെന്റിന് അർഹരായ കുറച്ചു പേർക്ക് മാത്രമല്ലേ പ്രശ്നം ഉണ്ടാവൂ. അത് ശരിയാ. അവർക്ക് വേണ്ടി ബാക്കി തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല. ജോലിക്ക് ചേർന്ന് 6 മാസം മാത്രമായവർക്ക് വേണ്ടി കമ്പനിയെ വെറുപ്പിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവില്ല. അവരെ മാത്രം കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ലേ? യെസ്, ഞാനും കരുണാകരനും അവിടെ തന്നെ നിൽക്കാം. അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കണ്ടതിന് ശേഷം പ്രശ്നം കൈവിട്ട് പോവാണെന്ന് തോന്നിയാൽ മാത്രം ഞങ്ങൾ ഇടപെടാം. ശരി മാഡം. കം വിത്ത് മീ. ശരിയാ, കിട്ടുന്ന ശമ്പളം മൊത്തം EMI അടച്ചങ്ങ് തീരുവാ. മാസം പകുതി നമ്മ കയ്യിലൊന്നും കാണില്ല. ശമ്പളം കിട്ടുന്ന ദിവസമായിട്ട് നീ എന്താ ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നേ? അച്ഛൻ രാവിലെ വിളിച്ചിരുന്നു. ചേച്ചിയുടെ കല്യാണം അടുത്തില്ലേ, വീടൊന്ന് പെയിന്റ് ചെയ്യാൻ കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഹോസ്റ്റൽ ഫീസും ബാക്കി ചെലവുകളും ഒക്കെ കഴിഞ്ഞാൽ അച്ഛൻ അയക്കാൻ കാശുണ്ടാവുന്ന എന്റെ പേടി. അതിനെക്കുറിച്ച് നീ ടെൻഷനൊന്നും അടിക്കണ്ട. നീ ഇപ്പോ സ്വീപ്പർ പോസ്റ്റ് ചെയ്യുന്ന ട്രെയിനി ടൈലർ ആയില്ലേ? അപ്പോ ശമ്പളവും കൂടും. എത്ര കൂടുതൽ കിട്ടും? 10,000 രൂപ കൂടും. ഈശ്വരാ. അത് മാത്രമല്ല, 6 മാസം കഴിഞ്ഞ് നീ പെർമനന്റ് ആയ വീണ്ടും ഒരു 10,000 രൂപ കൂടുതൽ കിട്ടും. വീട്ടിലേക്ക് എങ്ങനെ കാശ് അയച്ചു കൊടുക്കുന്ന ആലോചിച്ചിരിക്കായിരുന്നു. ദയവായിട്ടാ ഒരു വഴി കാണിച്ചത്. എല്ലാരും ഒന്ന് വന്നേ, നിങ്ങളെ ശമ്പളം മേടിച്ചോ. എന്താടാ പതിവില്ലാതെ സെക്യൂരിറ്റിയെ കൊണ്ട് ശമ്പളം കൊടുപ്പിക്കുന്നത്? നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് ശമ്പളം തരുന്നതിലെ കരുനാഗത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് വെറുതെ അയാൾ കളയില്ലല്ലോ. അയാള് മുക്തയെ നോക്കി നിൽക്കുന്നുണ്ട്.
എന്തോ ഒരു ഉടായിപ്പ് മണക്കുന്നുണ്ട്, ഒന്ന് സൂക്ഷിച്ചോ.